നൗഷാദ് ജീവനോടെ എത്തിയ സംഭവത്തിൽ ജയിൽ മോചിതയായ അഫ്സാന നൂറനാട് വീട്ടിൽ നിന്നും മാധ്യമങ്ങളോട് ഞാൻ ഇങ്ങനെ അടി കൊണ്ടിട്ടില്ല, ശാരീരികമായിട്ട് തന്നെ ശരിക്കും അടിച്ചിട്ടുണ്ട്. പുറമൊക്കെ അടിച്ച് കലക്കി വെച്ചേക്കും. എനിക്ക് ഒരുപാട് നേരം നിൽക്കാനൊന്നും പോയി, അത്രയ്ക്ക് എന്നെ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്നോട് ചോദിച്ചത് നൗഷാന് എന്ത് പറ്റും. ഞാൻ പറഞ്ഞു നൗഷാൻ എന്ത് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞ് അവർ പറയുന്നത് മാത്രമാണ് ഞാൻ പിന്നെ ചെയ്തുകൊണ്ടിരുന്നത് മൊത്തം. കൊന്നു അവർ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. കൊന്നു എന്ന് ഞാൻ സമ്മതിച്ചു കൊടുത്തു. കാരണം അവരതിനു വേണ്ടി എന്നെ ഉപദ്രവിച്ചു. അത് കൂടാതെ എൻ്റെ ഫാമിലി മൊത്തത്തിൽ അവരെടുത്തതിൻ്റെ എൻ്റെ 2 കുഞ്ഞുങ്ങളെ പോലും അവർ കാണിച്ചു തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു കൊടുത്തു. കാരണം എൻ്റെ ഇത് കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ, കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വലുത്, അവരെയും കൂടെ എടുത്തിടും, എൻ്റെ വാപ്പായെ പ്രതി ചേർക്കും, എൻ്റെ വാപ്പായെ കെട്ടിത്തൂക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു കൊടുത്തു. എനിക്ക് എൻ്റെ വാപ്പായും എൻ്റെ കുഞ്ഞുങ്ങളും മാത്രമേ, അവരെയൊക്കെ പിടിച്ചു വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു. പിന്നെ ഈ പള്ളിയിൽ കൊണ്ടുപോകുന്നതും വീട്ടിൽ കൊണ്ടുപോകുന്നതും എല്ലാം അവരുടെ കൂടെ ഞാൻ പോകുന്നു. അവർ പറയുന്നതിനെല്ലാം മൗനം പാലിക്കും. അതെല്ലാം ഈ കൊലക്കുറ്റം എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ ഒരു കുറ്റം എൻ്റെ മേളിൽ ചാർത്തി വെക്കാൻ എന്നെ അവിടെ കൊണ്ടുപോകുന്നത് പോലും അതിനുശേഷം പിന്നെയുള്ള ന്യൂസുകൾ ഞാൻ കേൾക്കുമ്പോഴാണ് അറിയുന്നത്. പിന്നെ എന്നെ കൊണ്ടുവന്ന് 2 ദിവസം എനിക്ക് ഫുഡില്ല, വെള്ളമില്ല, എനിക്ക് ഒന്ന് ഉറങ്ങാൻ പോലും അവരെ എന്നെ അനുവദിച്ചിട്ടില്ല. അതും വേണ്ടി എന്നെ ഓരോ പോലീസുകാരും എന്നെ വിളിക്കുന്ന ചീത്ത ഞാനിങ്ങനെ കേട്ടിട്ടില്ല. ഓരോരുത്തരും പച്ചത്തെറി എൻ്റെ മുഖത്ത് നോക്കി വിളിക്കുന്ന പോലീസുകാർ, വനിതാ പോലീസ്, ബാക്കിയുള്ള മേളിലോട്ടുള്ളവരെല്ലാം എന്നെ ശരിക്കും അടിച്ചിട്ടുണ്ട്. എനിക്ക് കാണിക്കാൻ പറ്റുന്ന മുറിവുകളെ കാണിക്കാൻ പറ്റും, ബാക്കിയെല്ലാം എൻ്റെ ഉള്ളിലോട്ടുള്ള, എനിക്കത് പുറത്ത് കാണിക്കാൻ പറ്റില്ല. പെപ്പർ സ്പ്രേ എന്നെ അടിച്ചിട്ടുണ്ട്. എൻ്റെ വായിക്ക് ഇങ്ങനെ പിടിച്ചെൻ്റെ വാ തുറന്നിട്ട് വായിക്കകത്തോട്ട് പെപ്പർ സ്പ്രേ അടിച്ചതെന്ന് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ട് അവർ സമ്മതിപ്പിച്ചു കഴിഞ്ഞു. അവരാവശ്യപ്പെട്ടത് അവർ പറയുന്നിടത്തെല്ലാം ഞാൻ കൂടെ ചെല്ലണം. അങ്ങനെ പോയി ആദ്യത്തെ ദിവസം പോയി എന്നെ റോഡ് മൊത്തം വണ്ടിക്കകത്തിട്ട് ഇറക്കി രാത്രി 3 മണിക്ക് എന്നെ തിരിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് പോലും വെളുപ്പിനെ. അവർ പറഞ്ഞു ഉറങ്ങരുത്, ഉറങ്ങി അടിച്ചോണമെന്ന്. അങ്ങനെ ഒരുപാട് അടി ഞാൻ മേടിച്ചിട്ട് ലാസ്റ്റ് എനിക്ക് നിയന്ത്രണമില്ലാതെ ഞാൻ സമ്മതിച്ചു കൊടുത്തു. അവരുടെ കൂടെ പോകുന്നത് അവർ പള്ളിയിൽ കൊണ്ടുപോയി, ഞാൻ കൂടെ പോയി. വീട്ടിൽ കൊണ്ടുപോകുമ്പം ഞാൻ ആ വാടക വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിൻ്റെ അകം കുത്തിപ്പൊളിച്ചിട്ടേക്കും. ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം കുത്തിപ്പൊളിക്കുന്നത് പോലും. പക്ഷെ ആ കുറ്റങ്ങളെല്ലാം എൻ്റെ മേളിൽ ചാർത്താനാണ് ഞാൻ പിന്നെ അറിയുന്നത്. നൗഷാനെ പോലെ ഒരാളെ എനിക്ക് അന്നേരം കണ്ടു. അപ്പൊ ഞാൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് നൗഷാനെ എവിടെ വെച്ച് കണ്ടാലും വിളിച്ച് അന്നേരം അറിയിക്കണം. ഇത് ഞാൻ മാഡത്തിനെ വിളിച്ചിട്ട് മാഡം നൗഷാനെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് CI മാഡത്തിനെയാണ് വിളിച്ച് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു മാഡം നൗഷാനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ശരി നമുക്ക് അന്വേഷിക്കാം. പക്ഷെ പിറ്റേന്ന് വിളിച്ചിട്ട് പറയുന്നത് പെട്ടെന്ന് 10 മണിക്ക് ഞാൻ ഹാജരാവണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മാഡം അതിനെന്താ കാര്യം, എന്താ നിങ്ങളൊന്ന് പറയും, അത് വന്നിട്ട് പറയാം. വാപ്പ അന്ന് സ്ഥലത്തില്ല, വാപ്പ പാലക്കാട്ട് വണ്ടിയിൽ പോയിക്കും. വാപ്പായെ വിളിച്ചിട്ട് പറഞ്ഞ് 10 മണിയാകുമ്പോൾ കൊച്ചിനെ ഹാജരാക്കാം. അവിടെ നിന്ന് വന്നിട്ടാണ് വാപ്പ എന്നെയും കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് ആദ്യമൊക്കെ നല്ല രീതിയിൽ അവരെന്നോട് സംസാരിച്ചു. പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, ഇതിനെക്കുറിച്ച് ചോദിക്കാനാന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ സ്വഭാവം മാറിയത്. വാപ്പായ കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ. അതിന്റെ തലേണ കസ്റ്റഡി എന്നെ വിളിക്കുന്നത്, തലേ ദിവസം എന്നെ വിളിച്ചിട്ട് ഇവർ സംസാരിക്കുന്നത്. പിന്നെ വിട്ടില്ല. പിന്നെ രാത്രി വാപ്പാടുത്തും എന്റെ ഇളയ കുഞ്ഞിനെയും കൊണ്ടാവുക. വാപ്പായും കുഞ്ഞിനെയും വീട്ടിൽ വിട്ട്. അപ്പൊ ലാസ്റ്റ് അവർ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഇത് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം, എന്റെ ഉമ്മായെ കാണണമെന്ന് പറഞ്ഞപ്പോൾ വാപ്പായെ വിളിച്ചിട്ട് പറഞ്ഞ് കുഞ്ഞിനെ ഉമ്മായും കൊണ്ടുവരാൻ. അപ്പൊ എനിക്ക് വേറെ ഒന്നും തുറന്നു പറയാൻ പറ്റില്ല. എന്നെ ഇങ്ങനെ അടിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്റെ കൂടെ പോലീസുകാർ നടക്കുക. അങ്ങനെ ഉമ്മായ ഞാൻ അടുത്ത് ഞാൻ ഉമ്മ പറഞ്ഞു. ഉമ്മ എന്നോട് ചോദിച്ചു എന്തിനാ സമയം. ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ സമ്മതിച്ചു പോയി, ഇതിൽ കൂടുതൽ എനിക്ക് താങ്ങാൻ പറ്റൂല എന്ന് ഞാൻ ഉമ്മ അടുത്ത് പറഞ്ഞു. അന്ന് രാത്രി എന്നെ ഉറക്കിയിട്ടില്ല. അവര് എന്നെ വണ്ടി കയറ്റിക്കൊണ്ട് പോയൊരു വെളുപ്പിന് 3 മണിക്കാണ് തിരിച്ചെന്നെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത്. സ്റ്റേഷനിൽ ഇരുന്ന് ഒന്ന് ഉറങ്ങിയപ്പോഴത്തെ എനിക്ക് നല്ല അടി എന്റെ പുറത്ത് കിട്ടി. ഈ നൗഷാദിനെ കാണുന്നതിന് മുമ്പ്, കണ്ടുവെന്ന് വിവരം അറിയിക്കുന്നതിന് മുമ്പ് പോലീസ് എപ്പോഴെങ്കിലും നിങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്? ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്? ഇത് വെച്ച് ഒരു വട്ടം എന്നെ വിളിച്ചു. അത് ഫസ്റ്റ് ടൈം മാഡം വന്ന സമയത്തായിരുന്നു. അന്ന് പോയി ഞാനും പപ്പായും കൂടെ പോയി എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. കല്യാണം കഴിഞ്ഞിടം തൊട്ട് പ്രശ്നം ഉണ്ടായത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ വലിയൊരു കുരുക്കിലാക്കാനാണെന്ന് ഞാൻ ഇപ്പോഴറിയുന്നത്. അതിന്റെ ഭാഗമായാണ് പുനരന്വേഷണമാണെന്ന് പറയാം. അതോ അഫ്സാനെ അങ്ങോട്ട് വിളിച്ച് പറയുമായിരുന്നു കണ്ടെന്ന് പറഞ്ഞ ശേഷമാണോ ഈ അന്വേഷണം? അല്ല, ഇത് ഈ മാഡം വന്നതിന് ശേഷം പഴയ കേസുകളെല്ലാം ക്ലോസ് ആക്കണമെന്നും പറഞ്ഞ് മാഡം എന്നെ വിളിച്ചു. ഞാനന്ന് ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്നൊന്നും ഞാൻ പറഞ്ഞു മാഡം എനിക്ക് ലീവ് കിട്ടണം. അങ്ങനെ പിന്നെ അന്ന് വാപ്പ നാട്ടിലുള്ളതുകൊണ്ട് വാപ്പായി ഞാനിവിടെ പോയത്. അന്ന് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് വന്നതാണ് ഞാൻ. അപ്പൊ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞ് എവിടെ വെച്ച് നൗഷാനെ കണ്ടാലും വിളിച്ചു പറയണമെന്ന്. ഇത് ഈ 1 മാസം ആയതേ ഉള്ളൂ, ഈ മാസം തന്നെ നടക്കുന്നത്.
അന്ന് ഞങ്ങളെല്ലാം നിൽക്കുമ്പോൾ അഫ്സാന ഈ പല സ്ഥലങ്ങൾ കൊണ്ട് ചൂണ്ടിക്കാട്ടി. അതെന്താ പറയുക? അത് ഈ പോലീസുകാർ പറയുന്ന അനുസരിച്ച് ഞാൻ കൂടെ അവരുടെ കൂടെ പോകും. അവർ പറയുന്നത് ഞങ്ങൾ പള്ളിയിൽ പോകും. എൻ്റെ കൂടെ പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ പോയി. കാരണം അന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പത്രക്കാരും ഇല്ല, ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. പക്ഷേ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ 3-4 ക്യാമറ ഓടി വന്നു. അപ്പോഴത്തേക്കും പോലീസുകാർ എൻ്റെ മുഖം മറച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ പോകുന്നിടത്തെല്ലാം ഈ പത്രക്കാരുണ്ട്. ഈ നൗഷാദുമായിട്ട് അവരുടെ അവർ പറഞ്ഞു തരുന്നത് മാത്രമാണ് ഞാൻ അന്ന് ചെയ്തത്. അവർ പറയുന്നത് ഞങ്ങൾ പള്ളിയുടെ അവിടെ കൊണ്ടുപോകും, അവിടെ ഉണ്ടെന്ന് താൻ പറയണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയാം ഇവിടെ ഇല്ല. അവര് തന്നെ എന്നോട് പറഞ്ഞു ഇവിടെ ഇല്ലെന്ന് പറയാം. ഞാൻ പറഞ്ഞ ഇവിടെ ഇല്ല. ഈ സംഭവം കടന്നു കളയുന്നു. പിന്നീട് അഫ്സാനെ വിശ്വസിക്കുന്നു ഈ നൗഷാദ് കൊല്ലപ്പെട്ടുവെന്ന്. അതുകൊണ്ടാണ് പോലീസിന് അഫ്സാനെ പല കൊല്ലപ്പെടും ബിസിനസ്. അതുകൊണ്ടാണ് പോലീസിനോട് കൊലപ്പെടുത്തിയെന്ന് അഫ്സാന പറഞ്ഞു എന്നാണ് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ് നൗഷാദും പറഞ്ഞത്. എന്താണ് നൗഷാദ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾ ഏറ്റവും അവസാനം വീട്ടിൽ നിന്ന് അതായത് നൗഷാദിനെ കാണാതായ ദിവസം അന്ന് ആ വീട്ടിൽ നിങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു? അന്ന് എന്താണ് അവിടെ സംഭവിച്ചത്? ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും നൗഷാദ് മാത്രമേ വീട്ടിൽ. പിന്നെ വീണ്ടും ഓണറും മാത്രമേ ഉള്ളൂ. അന്ന് എന്തെങ്കിലും വീട്ടിൽ അന്ന് വേറെ ആരും വന്നിട്ടില്ല. അവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അന്ന് കല്യാണം കഴിഞ്ഞിടം തൊട്ട് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ. ആള് ശരിക്കും മദ്യപിച്ചു കഴിഞ്ഞാല് ആളെങ്ങനെ പ്രതികരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞു. ശരിക്കും അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം അന്ന് ഞാനും എന്റെ കുഞ്ഞുങ്ങളും നൗഷാദും വീടിന്റെ ഉടമസ്ഥന് മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ഒരാളില്ല. ഈ നാട്ടുകാർ പരസ്യമായി പറയുന്നത് ഒരു ദിവസം ഒരു ബഹളം ഉണ്ടായി, നൗഷാദിന്റെ ഭാഗത്ത് നിന്ന് മോശപ്പെട്ട പെരുമാറ്റം ഉണ്ടാകും, നാട്ടുകാർ ഇടപെട്ടുകൊണ്ട് ഇനി നിങ്ങളോട് താമസിക്കരുതെന്ന് പറഞ്ഞു. നാട്ടുകാരെ നമുക്ക് ബൈറ്റുകൊണ്ടാണ് അതിന്റെ അകത്തൊരു സംഭവം. അത് അങ്ങനെ വീട്ടിൽ വഴക്കിട്ട് നൗഷാദ് തുണിയില്ലാതൊക്കെ ഇറങ്ങി നടന്നു. അങ്ങനെ ആകെ പ്രശ്നമായപ്പോ നാട്ടുകാർ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും അറിഞ്ഞില്ല. നൗഷാദ് കുടിക്കുമെന്നും നൗഷാദിന് ചില മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടെന്നും വീട്ടുകാർക്ക് അറിയായിരുന്നു. പക്ഷെ നൗഷാനുണ്ട്. കാരണം ഞാൻ ശരിക്കും അനുഭവിച്ചതാണ് നൗഷാന്റെ മാനസികമായ പ്രശ്നങ്ങൾ. അക്ക് എങ്ങനെ അവർ പ്രതികരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ചില സമയത്ത് പിടിച്ച് ഭിത്തിയിലൊക്കെ അടിച്ചിട്ടുണ്ട്, എന്നെ പിടിച്ചടിച്ചിട്ടുണ്ട്. എൻ്റെ ഇളയ കുഞ്ഞിനെ അന്ന് വഴക്കിടുന്നതിൻ്റെ അന്ന് ഒറ്റ ചവിട്ടിനാ എടുത്തെറിഞ്ഞത്. അത് ചോദിച്ചതാ വലിയ പ്രശ്നമായത്. അതെനിക്ക് അറിഞ്ഞൂടാ. നൗഷാദ് എന്താ ഓടിപ്പോകാൻ കാരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അന്ന് വീട്ടിൽ വഴക്ക് നടക്കുമ്പോൾ ഞാനും നൗഷാദും പിള്ളേരും ഉള്ളൂ, വേറെ ഒരാൾ വെളിയിൽ നിന്ന് വന്നിട്ടില്ല. നല്ല ഇരുട്ടുന്നവരെ ഞാൻ കണ്ടു. കാരണം അന്ന് എന്നെ അടിച്ചപ്പോൾ ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് ഒട്ടും നൗഷാനെ കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എപ്പോഴും വഴക്കിടുമ്പോൾ ആള് മാറി നിൽക്കും, ആ ഒരു രീതിയിൽ ഞാൻ നിന്നു. അങ്ങനെ പോയിട്ടുണ്ട് ഒരുപാട്. ഒരാഴ്ച 1 മാസമൊക്കെ കഴിയുമ്പോൾ ആള് തിരിച്ചു വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ. പിന്നാണ് എന്നെ കൂടലിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നത് നൗഷാന്റെ പേര്, തന്റെ പേര് നൗഷാന്റെ മിസ്സിംഗ് കേസ് വന്നിട്ടുണ്ട്. ഞാൻ അപ്പൊ അന്തം വിട്ടു, നൗഷാന്റെ മിസ്സിംഗ് വന്ന്. അങ്ങനെ പിന്നെ സ്റ്റേഷനിൽ പോയി. കുറെ നാളൊക്കെ ഞാൻ സ്റ്റേഷനിൽ പൊക്കോണ്ടിരുന്നു. പിന്നെ അവർ ഈ കേസിനെ കുറിച്ച് വിളിക്കാതായി. പിന്നെ ഫോണിൽ കൂടെ ഉള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അവരുടെ വീട്ടിൽ നൗഷാദിന്റെ വീട്ടില് നിങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന സമയത്ത് ഈ നൗഷാദിന് ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട്, എല്ലാ പ്രശ്നങ്ങളും. നൗഷാദ് മദ്യപിക്കുന്നത് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അറിയാം. നൗഷാദിനെ ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഇതിന്റെ അകത്ത് ഇടയിൽ കയറുന്നില്ല. അത്ര എന്നെ ഉപദ്രവിക്കുമ്പോഴും ഞാൻ വിളിക്കുമ്പോഴും അവര് ഫ്രണ്ടിൽ അവരുടെ റൂമിൽ ഇരിക്കുന്നല്ല, അവർ ഇപ്പുറത്തോട്ട് വന്ന് എന്തിനാ ഭിത്തി അടച്ചു വെച്ചേക്കുക. അപ്പൊ ആ റൂമിന്റെ അപ്പുറത്ത് കേൾക്കാം. പക്ഷെ അവര് വന്ന് തിരക്കുന്നില്ല, എന്തിനാണ് ഇങ്ങനെ അടിക്കുന്നത്. കമ്പ് കൊണ്ടും വിറക് കമ്പും ഒക്കെ ശരിക്കും എന്നെ അടിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എന്നെ ഇങ്ങനെ ആരും അടിച്ചിട്ടില്ല. പക്ഷെ ആ മർദ്ദനങ്ങളെല്ലാം 6 വർഷം കൊണ്ട് ശരിക്കും അനുഭവിച്ചു കഴിഞ്ഞു. പോലീസുകാർക്ക് നിയമമായിട്ട് പോകാനാണ് തീരുമാനം. കാരണം എന്നെ ഇത്രയും അടിച്ച് ശരിയാക്കുമ്പോൾ ഞാൻ അതിന് നിയമമായിട്ട് പോയേ പറ്റൂ. എനിക്കറിയത്തില്ല ഞാൻ ഏത് വാക്കിലാണ് ഇതിനി പറഞ്ഞു നിർത്തേണ്ടത്. ഇങ്ങനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടി ഇവരിങ്ങനെ ചെയ്തതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പിന്നിൽ ആരെങ്കിലും കാണും, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ശരിക്കും എനിക്ക് മേല് നോയിട്ടുണ്ട്. അവരടിച്ച പാടുകളാ മുഖത്തും ശരീരത്തെല്ലാം പോലീസിന്റെ. പിന്നെ കാണിക്കാൻ പറ്റാത്ത മുറിവുകൾ ഉള്ളിലുണ്ട് എനിക്ക്. ആ മുഖത്തുണ്ട്, എന്റെ കയ്യിലുണ്ട്. അവരെല്ലാവരും മേല് നോയിച്ച. പിന്നെ വേറെ പാടുകളുണ്ട്. നൗഷാദ് കുഞ്ഞുങ്ങളെ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, അത് കൊടുക്കാൻ തയ്യാറാണോ? അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം എനിക്ക് ആ 2 കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനെ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ തീരുമാനിച്ചില്ല. കൂടെ ഉള്ളപ്പോൾ മദ്യപിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യം കുഞ്ഞുങ്ങളോട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് നല്ല സ്നേഹം. കുടിച്ചു കഴിയുമ്പോൾ പറയുന്ന നൗഷാന്റെ കുഞ്ഞല്ല എന്നാ പറയുന്നത്.
അങ്ങനെ 2 കുഞ്ഞുങ്ങൾ നൗഷാദിൻ്റെതല്ല. അങ്ങനെ സംശയരോഗമുള്ള സംശയരോഗം ശരിക്കുണ്ട്. ഈ 1.5 വർഷമൊക്കെ കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഒരു ബന്ധമില്ലാതെ മാറി നിൽക്കാൻ നൗഷാദിന് എന്തായിരിക്കും കാരണം? അതെനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ മാറി നിന്ന് എനിക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് നല്ലതായിട്ട് അറിഞ്ഞുകൂടാ. നൗഷാദ് അവിടെ പോയി മറ്റൊരു പേരിലൊക്കെ ഇതൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ നൗഷാദിനെ കണ്ടെത്തിയ വിവരം എപ്പോഴാണ് അറിഞ്ഞത്? അറിഞ്ഞപ്പോൾ എന്ത് തോന്നി? നൗഷാദിനെ കണ്ടെത്തിയ വിവരം ഞാൻ 8 മണിക്ക് ശേഷം അറിയുന്നത്. നൗഷാദിനെ കിട്ടി എന്നുള്ള വിവരം ജയിലിൽ വെച്ചാണ്. ഇങ്ങനെ ഓഫീസർ വന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് നൗഷാദിനെ കിട്ടിയെന്ന്. നൗഷാദ് മരിച്ചിട്ടില്ല എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇങ്ങനെ മാറി നിന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിനെ മരിച്ചോ എന്നോ മരിച്ചില്ല എന്നോ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എല്ലാരും ഉണ്ട്, ഒരാളെന്ന് എടുത്തു പറയാനില്ല, എല്ലാരും ഉപദ്രവിച്ചു. വനിതാ പോലീസും അതിന് മേളിലോട്ടുള്ളവരെല്ലാം ഉപദ്രവിച്ചിട്ടുണ്ട്. കൊലക്കുറ്റം ചാർത്താൻ വേണ്ടി അവർ ഒരുപാട് ശ്രമിച്ച് ലാസ്റ്റ് വേദന സഹിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ സമ്മതിച്ചു കൊടുത്തു, ഞാൻ ചെയ്തു എന്ന്. ഇതിപ്പോ ഈ പോലീസ് ഉദ്യോഗസ്ഥര് ഇപ്പം അഫ്സാന ഇത്തരത്തിൽ വ്യക്തതയില്ലാത്ത അല്ലെങ്കിൽ അവരുടെ നിർബന്ധപ്രകാരമാണെങ്കിൽ അവർ ഇത്രയും ആളുകളുടെയൊക്കെ മുന്നിൽ മീഡിയേഴ്സിന്റെ മുന്നിൽ പോലീസുകാർ സ്വയം മണ്ടന്മാരാകും, അവിടെ വന്ന് അങ്ങനെ കുഴിക്കുമോ? അവരാണ് എന്നോട് പറഞ്ഞത് ഞങ്ങൾ കാണിച്ചു തരുന്നിടത്തെല്ലാം താൻ പറയണം. കാരണം അതിനു മുമ്പ് എന്നോട് പറഞ്ഞു വീടിന്റെ അകം കുത്തി തുറന്നു വെച്ചേക്കും. ഞാൻ പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഈ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിൻ്റെ അന്ന് വേറൊരു പോലീസുകാരൻ പറഞ്ഞു വാടക വീടിൻ്റെ അകം കുത്തി തുറന്നു വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഞാൻ അവിടെ അടുക്കളക്കകത്ത് കയറുമ്പോൾ അവിടെ 3-4 ഭാഗം കുത്തി തുറന്നു വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു 1.5 വർഷം മുമ്പ് കുത്തി തുറന്നതാണെങ്കിൽ സിമെന്റ് ഇപ്പം മാറിയിരിക്കത്തില്ലല്ലോ, എന്തായാലും തൂക്കുമ്പോൾ മാറുന്ന സിമെന്റ് അല്ലേ. ഞാൻ ഇതെന്താ ഇങ്ങനെ ഇപ്പം കിടക്കുന്നത് ഞാൻ ഒരുപാട് ആലോചിച്ചു. അതായത് പോലീസ് ഉദ്യോഗസ്ഥരെ വീടിനകത്ത് കയറി നേരത്തെ കുത്തിയതിന് ശേഷമാണോ? അതായിരിക്കും എന്നെ പിന്നെ കൊണ്ടുപോകാൻ ഒരുപാട് താമസിച്ചാണ് അകത്ത് കയറ്റുന്നത്. അങ്ങനെ ഒരു വിവരം എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ അങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുമില്ല. എല്ലാരും എന്നെ ശരിക്ക് ചീത്ത വിളിച്ചു. ഡിവൈഎസ്പി ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേളിലോട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം എന്നെ ശരിക്ക് ചീത്ത വിളിച്ച് എന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. എനിക്ക് നല്ല വേദന ഉണ്ട് ശരീരമൊക്കെ, ഞാൻ ആകെ ടയേർഡാണ്. ഇല്ല, ഞാൻ ഇന്നലെ രാത്രി 8 മണിക്കാണ് അറിയുന്നത് നൗഷാനെ കിട്ടി എന്നുള്ള കാര്യം. രാത്രിയിലാണ് അറിയുന്നത്. എന്നെ ആരും വിളിച്ചില്ല. വാപ്പായൊക്കെ വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ന്യൂസ് ഡെസ്ക് വിജയ് ന്യൂസ്.